നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജന്മദിനമാണ് ഇന്ന്. ഈ ദിനം രാഷ്ട്രം കൊണ്ടാടുന്നത് ശിശുദിനം ആയിട്ടാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും കുട്ടികളുടെ ദിനമായിട്ടാണ് രാഷ്ട്രം ഇന്ന് കൊണ്ടാടുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മനോഹരമായ ദിനത്തിലാണ് നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിജയ് പോൾ സാറിന്റെയും ജന്മദിനം എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിനം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അവര് ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തില് ഇന്ന് ഈ സന്തോഷം പങ്കിടുന്നത് നമ്മുടെ പ്രിൻസിപ്പലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളും ഒരുമിച്ചായിരിക്കും. ഞാൻ ചുരുക്കുന്നു, പതിവ് പോലെ നമ്മുടെ അസംബ്ലിയുടെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് +1 NSS വോളണ്ടിയേഴ്സ് ആണ്. ഞാൻ അവർക്ക് കൈമാറുന്നു മൈക്ക്. എല്ലാവർക്കും ശിശുദിനാശംസകൾ. നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഈ പ്രോഗ്രാം ആരംഭിക്കാം. അതിനായി അലോണ ജോർജ്, ലെന, അമീക്വ എന്നിവരെ ക്ഷണിക്കുന്നു. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ചിട്ടാണല്ലോ നാം എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നാം ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം, അദ്ദേഹത്തിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ഇടപഴകിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ചാച്ചാജി എന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശിശുദിനത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇവിടെ NSS വോളണ്ടിയേഴ്സ് റെഡിയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ബിജു സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസർ ജെയിൻ കോശി സാറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഇയർ NSS ലീഡേഴ്സ് നാജിയ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ NSS വോളണ്ടിയേഴ്സിനെയും മറ്റ് സ്റ്റുഡൻസിനെയും എല്ലാ ടീച്ചേഴ്സിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനസ്സെന്നാണ്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എല്ലാ വർഷവും ശിശുദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഓരോ ശിശുദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മനസ്സൊന്നോട്ടെ. നവംബർ 14 ശിശുദിനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മുഖമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റേത്. കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. തൊപ്പിയും നീണ്ട ജുബ്ബയും അതിലൊരു റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള നെഹ്റു കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമ്പോഴും കുട്ടികളാണ് സമൂഹത്തിൻ്റെ കരുത്ത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു നെഹ്റു. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിനം കൂടിയാണ് ശിശുദിനം. കുട്ടികൾ അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരാനും അവസരങ്ങളും സാഹചര്യങ്ങളും ഓരോ ശിശുദിനവും പ്രദാനം ചെയ്യുന്നു. ശിശുദിനം കുട്ടികളുടെ ആഘോഷമാണ്. രാജ്യത്തിൻ്റെ എല്ലാ കോണിലും ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നുണ്ട്.
കുരുന്ന മനസ്സുകളുടെ സാമൂഹികവും മാനസികവും വൈകാരികവുമായ സംഘർഷങ്ങളിലെ അതിജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഈ ആഘോഷങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ വ്യക്തിയുടെ ഈ ജന്മദിനത്തിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടതുപോലെ മനസ്സിൽ കളങ്കമില്ലാത്ത, കാപട്യമില്ലാത്ത, മതചിന്തകളില്ലാത്ത, ഒരു തരത്തിലും വേർതിരിവ് കാണിക്കാത്ത നല്ല കുട്ടികളായി വളരുക എന്നതാണ് കുട്ടികളായ നമ്മുടെ ഈ സമയത്തെ ദൗത്യം എന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു സന്ദേശം ഞാൻ എത്തിയിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന നെഹ്റു 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിലെ മോതിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെ മകനായി ജനിച്ചു. തൊപ്പിയും നീണ്ട ജുബയും ഒരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമായി നെഹ്റുവിൻ്റെ കുട്ടികൾക്കൊക്കെ സമയം ചിലവഴിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. കുട്ടികളേറെ ഇഷ്ടമുള്ള അദ്ദേഹം കുട്ടികളെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി, നവഭാരത ശില്പി എന്ന ഗ്രന്ഥകാരൻ എന്ന വിശേഷങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യമാക്കുകയും പൂന്തോട്ടത്തിലെ എന്നും അറിയപ്പെടുന്നു. ഹിന്ദിയിൽ ബാൽ എന്ന വാക്കിന്റെ അർത്ഥം കുട്ടി, ദിവാസ് എന്നാൽ ദിവസം എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇത്. കുട്ടികൾ ചാച്ച നെഹ്റു എന്നും സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു. കുട്ടികളുമായി പ്രത്യേക അടുപ്പം പുലർത്തിയിരുന്ന അദ്ദേഹം എപ്പോഴും അവരുടെ ചുറ്റുപാടും ആസ്വദിക്കുകയും ചെയ്തു. പണ്ഡിറ്റ് നെഹ്റു 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. തൻ്റെ ആദ്യകാലങ്ങളിൽ സ്വകാര്യ അധ്യാപകരിൽ വീട്ടിലിരുന്നാണ് അദ്ദേഹം പഠിച്ചത്. ഈ വർഷം അദ്ദേഹത്തിൻ്റെ 132ാം ജന്മവാർഷികമാണ്. 1964 അദ്ദേഹം അന്തരിച്ചതിനു ശേഷം കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ബഹുമാന അർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിന ശിശുദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ ദിവസത്തിൽ നമ്മൾ എല്ലാവരും ശിശുദിന സഹജമായ ഗുണങ്ങളെല്ലാം ആഘോഷിക്കുകയും അവയെ പരിപോഷിക്കുന്നതിൻ്റെ പ്രധാനം അവയെ ചിന്തിക്കുകയും ചെയ്തു. പണ്ഡിറ്റ് നെഹ്റു ആശംസകൾ നൂറാശംസകൾ ആശംസകൾ നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറാശംസകൾ നൂറാശംസകൾ. മലരുകൾ വിടർത്തി കതിരുകൾ നിരത്തി വന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമയൊഴുക്കി പൊന്നണിയും ദിവസം ഞാനെന്ത് തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാ നിൻമോഹവാഹിനി തീരഭൂമികൾ പുഷ്പഹാരമണിയാ ആശംസകൾ നൂറാശംസകൾ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികൾക്കും ശിശുദിനത്തിൻ്റെ പ്രത്യേകമായ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിൽ ബർത്ത്ഡേ ആഘോഷിച്ച എന്നോടൊപ്പം ആഘോഷിച്ച വിദ്യാർത്ഥികൾക്കും അതിന് സന്മനസ് കാണിച്ചവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നടന്ന സ്പോർട്സ്, അതോടൊപ്പം തന്നെ ആർട്സ്, ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട്
നല്ല സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. അതിൽ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഇനിയും നമ്മൾക്ക് സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം നടക്കാനുണ്ട്. അതിലേക്ക് 2 പേരാണ് നമ്മുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് മാത്സ് ഫെയറിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾക്ക് സ്റ്റേറ്റ് ലെവലിൽ അവർക്ക് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും അവരുടെ പേരിലുണ്ടായിരിക്കണം. ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത എല്ലാ അധ്യാപകരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അധികം ദീർഘിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് എപ്പോഴും സമയം കണ്ടെത്തുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ബിജു സാർ നന്ദി പറയുന്നു. നമുക്ക് ചോദിക്കുന്ന എല്ലാ ആവശ്യത്തിനും നോ പറയാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിജു സാറിന് നന്ദി പറയുന്നു. നമ്മുടെ NSSനെ കരുത്തോടെ മുൻപോട്ട് നയിക്കുന്ന നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോച്ച് സാർ നന്ദി പറയുന്നു. അധ്യക്ഷ പ്രദർശനങ്ങൾ നടത്തിയ നയന, അധ്യക്ഷ പ്രദർശനം നടത്തിയ ഫാത്തിമ റിഫ, ഉദ്ഘാടനം നടത്തിയ ആദിനം, സന്ദേശം നൽകിയ ജിതിൻ സാം, ഇവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു.